നമസ്തേ. ഒരു വലിയ ദൂരം ഇനി സഞ്ചരിക്കാനുണ്ട്. ഇതൊരു വലിയ നോമ്പാണല്ലോ. ദീർഘയാത്രകൾക്ക് പോകുമ്പോൾ അമ്മ പൊതിച്ചോറ് കെട്ടിത്തരാറുണ്ടായിരുന്നു. നോമ്പിൻ്റെ 1-ാം ദിവസം സഭയാകുന്ന അമ്മയും ഒരു വഴിച്ചോറ് തന്നാണ് വിടുന്നത്. ശുഭുക്കോനോ അഥവാ അനുരഞ്ജനത്തിൻ്റെ ശുശ്രൂഷയിലാണ് അത് പാകപ്പെടുത്തുന്നത്. ആ പാഥേയം നിറയെ സ്നേഹമാണ്. ക്ഷമയും കരുണയും പരസ്പര ബഹുമാനവും എളിമയും വിശ്വസ്തതയും തുടങ്ങി എത്രയധികം കറിക്കൂട്ടുകൾ അതിലുണ്ടെന്നോ. ഈ യാത്രക്കിടയിൽ പലതരം ആളുകളെ നാം കണ്ടുമുട്ടാനിടയുണ്ട്. നമ്മുടെ കൈവശമുള്ള ഈ പാഥേയത്തിൽ നിന്ന് ഒന്നും കൈമോശം വരാതെ നോക്കണം. പണ്ടൊരു നമ്പൂതിരി വഴി നടന്ന കഥയുണ്ടല്ലോ. തൻ്റെ എതിരെ വന്ന മദ്യപൻ അദ്ദേഹത്തെ അസഭ്യം പറയുന്നു. ശവന്തീനി, മൂത്രം കുടിയ എന്നൊക്കെയാണ് വിളിച്ചത്. നമ്പൂതിരി പ്രതികരിച്ചു, നീ പോ, പപ്പടം തീനി, പഴം തീനി, പായസം കുടിയ എന്നൊക്കെ. ഈ ബഹളമെല്ലാം ഒടുങ്ങിയപ്പോൾ കണ്ടുനിന്ന മറ്റൊരാൾ ചോദിച്ചു, നമ്പൂതിരി, അയാൾ എന്തെല്ലാം ദുഷിച്ച വാക്കുകളാണ് അങ്ങയോട് പറഞ്ഞത്? അങ്ങാകട്ടെ എന്തൊക്കെയാണ് മറുപടിയായി പറഞ്ഞത്? നമ്പൂതിരിയുടെ ഉത്തരം പെട്ടെന്നായിരുന്നു. അയാൾ കഴിക്കുന്നതൊക്കെ അയാളും നോം കഴിക്കുന്നതൊക്കെ നോമും പറഞ്ഞു. പ്രിയ സുഹൃത്തെ, നോമ്പ് കാലത്ത് നാം കഴിയേണ്ടതും കഴിക്കേണ്ടതും എന്താണെന്ന് ഈ പാഥേയം നമ്മെ ഓർമ്മപ്പെടുത്തും. സഭാമ്മ നൽകുന്ന ഈ വഴിയാഹാരത്തിലെ അനുരഞ്ജനത്തിൻ്റെ കൂട്ടുകളൊന്നും നഷ്ടപ്പെടുത്തരുത്. തമ്പുരാന്റെ വാക്കുകൾ ഇങ്ങനെയാണല്ലോ, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എൻ്റെ ആഹാരം. ദൈവമേ, ആത്മാവിൻ്റെ ജാഗരണത്തോടും നിർമ്മലതയോടും ശരീരവെടുപ്പോടും വിശുദ്ധിയോടും രാപകൽ നിന്റെ തിരുമുൻപാകെ സമർപ്പിക്കുന്ന പ്രാർത്ഥനകളോടെ ഞങ്ങൾ ജീവിച്ച് സുഹൃത നടപടികളാകുന്ന വഴിയാഹാരങ്ങളോടെ പരിശുദ്ധ പെസഹായ്ക്കും എല്ലാ വിശുദ്ധന്മാർക്കും സിദ്ധിക്കാനിരിക്കുന്ന ഉയർത്തെഴുന്നേൽപ്പിനും ഞങ്ങൾ യോഗ്യരായിത്തീരണമേ. ആമേൻ. ആദരവോടെ സഖേർ.